വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും മറ്റും നമ്മൾ വാടകയ്ക്ക് നൽകുമ്പോൾ ആ വാടക വീട് കേന്ദ്രീകരിച്ച് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഉടമയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പണി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എക്സൈസ് വകുപ്പിൻ്റെ പുതിയ ഉത്തരവിനെക്കുറിച്ച് ഇതിനകം കുറേ അധികം ആളുകൾ കേട്ടിരിക്കും. കേൾക്കാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. എന്തൊക്കെയാണ് നമ്മുടെ വീട് കേന്ദ്രീകരിച്ച് ഈ വാടകക്കാരൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു അറിവ്, ധാരണ നമുക്കുണ്ടാവണം. അതായത് ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടന്നാൽ, അങ്ങനെ പിടിക്കപ്പെട്ടാൽ വീട്ടുടമസ്ഥനും പ്രതിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എക്സൈസ് വകുപ്പ് അങ്ങനെയാണ് പറയുന്നത്. വീട് വാടകയ്ക്ക് നൽകിയാൽ ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നല്ല, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉടമസ്ഥനും അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടായാൽ അതിൽ ഉടമസ്ഥനും പ്രതിയാകും, ബാധ്യതയുണ്ടാകും എന്നാണ് എക്സൈസ് പറയുന്നത്. സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് വീടുകൾ വാടകയ്ക്കെടുത്ത് പലപ്പോഴും അത്തരം വീടുകൾ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് വീട്ടുടമസ്ഥനെയും ബാധ്യസ്ഥതപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വശത്തൂടെ ഉണ്ട്, വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. എങ്കിലും എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ബോധവൽക്കരണം നൽകാം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി മുതൽ വീടുകൾ വാടകയ്ക്ക് നൽകുമ്പോൾ എന്താണ് വാടകക്കാർ അവിടെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഉടമയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടാവണം. അല്ലാത്ത പക്ഷം പണി കിട്ടും എന്നാണ് എക്സൈസ് വകുപ്പിൻ്റെ പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്.